ഹായ്, ഇന്നത്തെ വീഡിയോ 6 സിനിമകളുടെ കളക്ഷൻ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളാണ് നോക്കാം, സിനിമകളുടെ കളക്ഷൻ എങ്ങനെയൊക്കെയാണ് നോക്കാം. നമുക്ക് ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഫെബ്രുവരി മാസം 14-ാം തീയതി തിയേറ്ററുകളിൽ എത്തിയ 2 ആഴ്ചകൾ പിന്നിട്ടിരിക്കുകയാണ് നമ്മുടെ ബ്രൊമാൻസ് എന്ന സിനിമ. ഈ സിനിമയുടെ കേരള കളക്ഷനാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. 16 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും 8,65,00,000 രൂപയാണ് ഇതുവരെ ഈ റൊമാൻറ്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ ഒരു സിനിമ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഓക്കെ, അതേ ദിവസം തന്നെ തിയേറ്ററിലെത്തിയ ആക്ഷൻ ഡ്രാമ മൂവിയായിരുന്നു ആന്റണി വർഗീസ് വെപ്പ നായകനായി എത്തിയ ദാവീദ് എന്ന സിനിമ. 16 ദിവസങ്ങൾ ഈ സിനിമയും പിന്നിടുമ്പോൾ കേരള കളക്ഷനായിട്ട് 5,17,00,000 രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. അതേ ദിവസം തന്നെ മറ്റൊരു മലയാള സിനിമ കൂടി റിലീസ് ചെയ്തിരുന്നു. റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു പൈങ്കിളി എന്ന സിനിമ. ഈ സിനിമയുടെ കളക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ 16 ദിവസം കൊണ്ട് 3,55,00,000 രൂപ ഗ്രോസ് കളക്ഷനാണ് കേരളത്തിൽ നിന്നും ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. അനശ്വര രാജനും സജിൻ ഗോപു എന്നിവരൊക്കെയായിരുന്നു ഈ സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫെബ്രുവരി മാസം 14-ന് 3 സിനിമകളായിരുന്നു ക്ലാഷ് റിലീസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു 3 സിനിമകളിൽ ബ്രൊമാൻസ് ആണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിട്ടുള്ളത്. ഏറ്റവും കുറവ് കളക്ഷൻ നേടിയിട്ടുള്ളത് പൈങ്കിളിയാണ്. അപ്പോൾ ഇതിൻ്റെ വിജയപരാജയങ്ങൾ എങ്ങനെയൊക്കെ എന്നുള്ളത് ഇതിൻ്റെ എന്താ പറയുക ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം നമുക്ക് പറയാവുന്നതാണ്. അടുത്ത സിനിമ എന്നുള്ളത് ബേസിൽ ജോസഫ്, സജിൻ ഗോപു എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തിയ ജനുവരി 30-ന് തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയായിരുന്നു പൊന്മാൻ എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമയുടെ അവസാനമായി പുറത്തു വരുന്ന കളക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ 10,44,00,000 രൂപയാണ് ഈ സിനിമ ഇതുവരെ നേടാൻ സാധിച്ചിട്ടുള്ളത്. വേൾഡ് വൈഡ് കളക്ഷൻ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു ഏവറേജ് വിജയമാണ് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. അടുത്ത സിനിമ എന്നുള്ളത് നമ്മുടെ വിനീത് ശ്രീനിവാസൻ പ്രധാന വേഷത്തിലെത്തിയ സിനിമയായിരുന്നു ഒരു ജാതി ജാതകം എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമയും ജനുവരി മാസം 31-നായിരുന്നു തിയേറ്റർ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിനിമ ഇതുവരെ കേരള ഗ്രോസ് കളക്ഷനായിട്ട് നേടിയെടുത്തിട്ടുള്ളത് 7,74,00,000 രൂപയാണ്. വേൾഡ് വൈഡ് കളക്ഷൻ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഈ സിനിമയും ഏവറേജ് വിജയമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. അടുത്ത നമ്മുടെ കുഞ്ചാക്കോവൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് ഫെബ്രുവരി മാസം 20-ാം തീയതി റിലീസ് ചെയ്ത സിനിമയായിരുന്നു ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമ. തിയേറ്ററിൽ ഒരു ബ്ലോക്ക് ബസ്റ്ററിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സിനിമ എന്നുള്ളൊരു ക്രൈം ത്രില്ലർ സിനിമയാണ്. കുഞ്ചാക്കോവനാണ് പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ സിനിമയുടെ കൃത്യമായിട്ടുള്ള കളക്ഷൻ ഡീറ്റെയിൽ പുറത്തു വന്നിരിക്കുകയാണ്. ഇന്നലെ വരെ കേരളത്തിൽ നിന്നും ഗ്രോസ് കളക്ഷനായിട്ട് ഈ ഒരു സിനിമ 18,88,00,000 രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. വേൾഡ് വൈഡിൽ 37 കോടിക്ക് മുകളിൽ ഈ സിനിമ സ്വന്തമാക്കിയിട്ടുണ്ടെന്നുള്ള അപ്ഡേറ്റുകൾ വന്നിട്ടുള്ളത്. 10 ദിവസങ്ങൾ കൊണ്ടാണ് ബ്ലോക്ക് ബസ്റ്റർ ലെവലിലേക്ക് ഈ സിനിമ കുതിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ളതാണ്. അപ്പം ഇത്രയും സിനിമകളുടെ അപ്ഡേറ്റുകൾ, കളക്ഷൻ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. എന്തായാലും ഈ സിനിമകളുടെയൊക്കെ ഫൈനൽ കളക്ഷനും കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ് അടുത്ത ദിവസങ്ങളിലായിട്ട്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.